ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ഭാരത തീരത്തേക്ക്. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിലും പുതുച്ചേരിയിലും ആന്ധ്രയിലും കനത്ത മഴ. ചെന്നൈ അടക്കം 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അതേസമയം കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുകയാണ്. ശ്രീനന്ദ, കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. എന്തായാലും ഭാരതത്തിന്റെ തീരത്തേക്കാണ് ഈ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരം എന്നുള്ളതാണ്. പറയൂ ശ്രീനന്ദ. ചുഴലിക്കാറ്റിന്റെ ഇപ്പോഴുള്ള സഞ്ചാരം നമുക്ക് ഉറപ്പിക്കാം. കാരണം തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ അടക്കം പുതുച്ചേരിയിലും ആന്ധ്രയിലും ഒക്കെ കനത്ത മഴയാണ് ഈ ഒരു കഴിഞ്ഞ 24 മണിക്കൂറും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ അടക്കം 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ കേരളത്തിലോട്ട് എത്തുകയാണെങ്കിൽ 5 ജില്ലകളാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് കേരളത്തിൽ പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 24 മണിക്കൂറിൽ തിരുവനന്തപുരത്ത് രേഖപ്പെട്ട ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് 26.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 20.7 ഡിഗ്രിയുമാണ്. രാവിലെയും രാത്രിയും ഒക്കെ ഒരു പുകമഞ്ഞിന്റെ പ്രതീതിയാണ് തിരുവനന്തപുരം അടക്കമുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് അനുഭവപ്പെടുന്നത്. സാധാരണയേക്കാൾ 4 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സംസ്ഥാനത്ത് പലയിടത്തും ഇപ്പോൾ ഉള്ള താപനില അനുഭവപ്പെടുന്നത്. ഒരു മൂന്നാറ് ഒരു മൂടൊക്കെയാണ് നമ്മളിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ അടക്കമുള്ള സംസ്ഥാനത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ആ ഒരു വൈബാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്രയും താപനില കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഡിസംബറൊക്കെ എത്തിയപ്പോൾ താപനില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും തണുപ്പ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും രാത്രിയും പകലുമെല്ലാം മുഴുവൻ എല്ലായിടവും മഞ്ഞ് മൂടിയ ഒരു പ്രതീതി കൂടിയാണ് ഇപ്പോൾ തലസ്ഥാന നഗരി കാണാൻ സാധിക്കുന്നത്. ശരി ശ്രീനന്ദ.